ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തേത് ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി 3 കപ്പ് പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് നല്ല കഴുകി വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ വെള്ളത്തിലിട്ട് വെക്കുന്നത്. അതേ വെള്ളം കൊണ്ട് തന്നെയാണ് പച്ചരി അരച്ചെടുക്കുന്നത്. 3-4 മണിക്കൂറെങ്കിലും പച്ചരി വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ ഞാൻ ഇട്ട് വെച്ചത് 4-5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പച്ചരി ഇതാ നല്ല കുതിർന്ന് വന്നിട്ടുണ്ടായിരുന്നു. അത് കുറേശ്ശെ ആയിട്ട് ഞാൻ വെള്ളം ഒന്നിച്ചൊഴിക്കാതെ അരി അരച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇനിയും ചേരുവകൾ ചേർക്കാനുണ്ട്. അപ്പോൾ ഇതിലേക്ക് ചോറല്ല കേട്ടോ ചേർക്കുന്നത്. ഇതിലേക്ക് ചേർക്കുന്നത് ഞാൻ വെള്ള അവലാണ് കേട്ടോ ചേർക്കുന്നത്. വെള്ള അവൽ ചേർക്കുന്നത് നമുക്ക് വട്ടയപ്പം വെള്ള കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് 3 കപ്പ് അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് 1 കപ്പ് അവല്. അപ്പോൾ കട്ടി കുറഞ്ഞ വെള്ള അവലായതുകൊണ്ട് അത് കഴുകി വരുമ്പോൾ തന്നെ അത് ഒന്ന് കുതിർന്ന് കിട്ടും കേട്ടോ. അപ്പോൾ അതാ നല്ല വൃത്തിയാക്കി കഴുകി എടുക്കുന്നുണ്ട്. ഏത് അവലാണെങ്കിലും നമുക്ക് നല്ലതുപോലെ കഴുകി എടുക്കണം. അപ്പോൾ കഴുകി എടുക്കുമ്പോൾ തന്നെ അത് ഒന്ന് തളർന്നു പോകുന്നുണ്ട് കേട്ടോ. അവലെടുക്കുന്ന സമയത്ത് ഒരിക്കലും കഴുകാതെ ഇതിലേക്ക് നേരിട്ട് ചേർക്കരുത്. നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് മാത്രമേ ഇതിലേക്ക് ചേർക്കാവൂ. അപ്പോൾ പച്ചരി ഇതാ ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയും ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അതൊന്നിച്ച് ഇട്ട് കൊടുക്കാൻ ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ അത് പറ്റാത്തത് കൊണ്ട് ഞാൻ പകുതി ആയിട്ടാണ് പിന്നീട് അരച്ചത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഫുള്ളായിട്ട് പച്ചരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ. അതിന് ശേഷം അതിലേക്ക് അവല് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ 3 കപ്പ് പച്ചരിയിലേക്ക് 1 കപ്പ് അവല് 1.5 കപ്പ് തേങ്ങ കേട്ടോ. അപ്പോൾ 1.5 കപ്പ് തേങ്ങയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. നമ്മൾ വെള്ളപ്പം അരച്ചെടുക്കുമ്പോഴും ഇനി ഇഡ്ഡലി അരച്ചെടുക്കുമ്പോഴും ഏത് അപ്പമാണ് വട്ടയപ്പം അരച്ചെടുക്കുമ്പോൾ സമയത്തൊക്കെ നമ്മൾ പിന്നെ ഒരുപാട് വെള്ളം ചേർത്ത് അരച്ചെടുക്കരുത്. കുറേശ്ശെ ആയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം. അതേ സമയത്താണ് ഞാൻ തേങ്ങ 1 കപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ 1.5 കപ്പ് ആണ് ഇതിലേക്ക് വെള്ളം ചേർത്ത് അരച്ചെടുക്കുന്നത്. പിന്നെ ഞാൻ 1/2 കപ്പോളം പിന്നെയും വെള്ളം ചേർത്തിരുന്നു കേട്ടോ. പിന്നെ ഒന്നിച്ച് വെള്ളത്തോടെ അരി അരക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും അരി നല്ലതുപോലെ പേസ്റ്റായിട്ട് അരഞ്ഞ് കിട്ടൂല. പച്ചരി കുതിരാൻ വെച്ചിരുന്ന ആ വെള്ളം തന്നെയാണ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വെള്ളം എടുത്തിട്ടുണ്ട്. അത് 1.5 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പകുതി ആയിട്ടാണ് ഞാൻ പിന്നീട് അരച്ചെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നിച്ച് അരക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയും അരച്ചെടുക്കാം കേട്ടോ. ഇത് 3 കപ്പ് പച്ചരി ഉണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് തേങ്ങയും അവലൊക്കെ ചേർന്നതുകൊണ്ട് ഒരുപാട് ഉണ്ടായതുകൊണ്ട് ഞാൻ ഒന്നിച്ച് അരച്ചെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് പകുതിയാക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈസ്റ്റ് കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. ചൂട് കൂടുതലായതുകൊണ്ട് നമുക്ക് ഈസ്റ്റിൻ്റെ അളവ് കുറച്ച് കുറക്കാം. ഇനി തണുപ്പാണെങ്കിൽ നമുക്ക് ഈസ്റ്റ് കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി പഞ്ചസാരയാണ്. 2 ടീസ്പൂൺ പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. വട്ടയപ്പത്തിലേക്ക് പിന്നെ 1 കപ്പ് 1/2 കപ്പോളമൊക്കെ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരത്തോട് കറി കൂട്ടാതെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാരെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കറി ചേർത്ത് കഴിക്കുന്നത് കൊണ്ട് ഞാൻ 2 ടീസ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ പകുതി അരി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടി അരച്ചെടുത്തിട്ട് വേണം. ഇത് നൈറ്റിലാണ് അരച്ചെടുക്കുന്നത്. വട്ടയപ്പം തയ്യാറാക്കുമ്പോൾ അരിപ്പൊടി കൊണ്ടും ഈസി ആയിട്ട് തയ്യാറാക്കാം. ഞാനിതാ പച്ചരി കൊണ്ടാണ് ഉണ്ടാക്കാറ്. അപ്പോൾ പച്ചരി കൊണ്ടാണ് ഇപ്പോൾ ഉണ്ടാക്കി കാണിക്കുന്നത്. അരിപ്പൊടി കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് അരിയൊന്നും വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ ചിലരൊക്കെ കപ്പി കാച്ചുക എന്നൊക്കെ പറയും. നമ്മൾ അരിപ്പൊടി ഒന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. അരി അരച്ചതൊന്ന് കുറുക്കിയെടുക്കുന്നതിന് ആണ് കപ്പി കാച്ചുക എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞാൻ അതുപോലെ ഒന്നും ചെയ്യുന്നില്ല. അതിലേക്ക് പൊടി ഒന്ന് ചൂടാക്കി കുറുക്കി എടുക്കുക അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇതിലേക്ക് അവല് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി അങ്ങനെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടാണ് ഞാൻ അടച്ച് വെക്കുന്നത്. ഇനി ഇത് രാത്രിയാണ് അരച്ച് വെക്കുന്നത്. ഇത് മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ നല്ല ചൂടാണെന്ന്. അപ്പോൾ മോർണിംഗിൽ വന്ന സമയത്ത് ഇതായിരുന്നു കേട്ടോ അവസ്ഥ. വെളിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി വെള്ളപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ ഇത് തന്നെയാണ്. ടേസ്റ്റ് ചേർത്തതുകൊണ്ടും ചൂട് കൂടുതലായതുകൊണ്ടൊക്കെ ഇതാണ് ഒലിച്ചിറങ്ങാറുണ്ട്. അപ്പോൾ പിന്നെ ഇതൊക്കെ ക്ലീൻ ആക്കിയ ശേഷമാണ് പിന്നീട് വട്ടയപ്പം ഞാൻ തയ്യാറാക്കിയത്. അപ്പോൾ ഇതാ നല്ല പൊന്തിയിട്ട് താഴ്ന്ന് പോയിട്ടുണ്ട് കേട്ടോ.
ഇനി ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. ഇത് കുറേശ്ശെ ഒരു പിന്നെ നമുക്ക് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് വട്ടയപ്പം. ഈ വട്ടയപ്പത്തിൽ കുറച്ച് കൂടുതൽ പഞ്ചസാര ചേർത്തിട്ട് കഴിക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ്. അതിലേക്ക് പകുതി വേവിന് ശേഷം നട്ട്സൊക്കെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഒരപ്പം തയ്യാറാക്കിയെടുക്കാം. പിന്നെ അത് കറിയിൽ കൂട്ടുന്നത് കൊണ്ടാണ് പഞ്ചസാരയുടെ അളവ് കുറച്ചത്. അപ്പോൾ ഇതാ പിന്നെ കുറച്ച് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല തിളച്ച് വരുന്ന ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു സ്റ്റീൽ പാത്രമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലേക്ക് ഞാൻ വെളിച്ചെണ്ണ അങ്ങനെ പുരട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2 പാത്രമൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ ആവിയിൽ വേവിച്ചെടുക്കാം. പാത്രത്തിലേക്ക് ഓയിലോ നെയ്യോ വെളിച്ചെണ്ണ എന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാനത് വെളിച്ചെണ്ണയാണ് ഇപ്പോൾ പുരട്ടി കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് 3 4 തവിയായിട്ട് ഇങ്ങനെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല ചൂടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ചൂടായ സമയത്ത് തന്നെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇഡ്ഡലി പാത്രത്തിൻ്റെ മുകളിൽ നമുക്ക് ഏത് പാത്രത്തിൻ്റെ മുകളിലായാലും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് അതിൻ്റെ ടോപ്പൊക്കെ മാറ്റിയെടുത്ത് അതിൻ്റെ സൈഡൊക്കെ വിടർന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ വെന്തോ അറിയാൻ വേണ്ടി ഒരു കത്തി കൊണ്ട് ഞാൻ കുത്തി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അതിൽ കത്തിയിലുമൊന്നും ഒട്ടി പിടിച്ചിട്ടില്ല. അപ്പോൾ വെന്തിക്കണമെന്നാണ് അതിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇത് തണുത്ത ശേഷമാണ് നമുക്ക് ഇനി എടുക്കാൻ നല്ലത് കേട്ടോ. 2 പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് പെട്ടെന്ന് ഈ അപ്പങ്ങൾ തയ്യാറാക്കാം. ഇങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി അപ്പാണെന്ന്. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് മാറ്റിയിട്ട് മറ്റേ അപ്പങ്ങളൊക്കെ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് വട്ടയപ്പത്തിൻ്റെ കൂടെ മധുരം കുറച്ച് നമുക്ക് കറി കൂട്ടി കഴിക്കുകയാണെങ്കിൽ ഏത് കറിയും നമുക്ക് കഴിക്കാം കേട്ടോ. ബീഫ് കറി ആയാലും ചിക്കൻ കറി ആയാലും നമുക്ക് ഏത് കറിയാണെങ്കിലും ഇതിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ചിക്കൻ കറിയാണ്. ചിക്കൻ കറി റെസിപ്പി ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. ഇതിൻ്റെ മുന്നേറ്റ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറിയുടെ റെസിപ്പി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയുള്ള ചിക്കൻ കറിയാണ്. അപ്പോൾ ഇതാ അതിൻ്റെ ഇടയിൽ ഞാനിത് അപ്പമൊക്കെ വിടർത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് തണുത്ത ശേഷമാണ് നമുക്ക് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ അപ്പങ്ങളൊക്കെ പിന്നീട് ഞാൻ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 കപ്പിന് ഞാൻ 4 അപ്പങ്ങൾ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. 4 തവി ഒഴിച്ചിട്ടാണ് കേട്ടോ പിന്നെ 4 അപ്പം ചുട്ടെടുത്തത്. നമുക്ക് 3 ഒക്കെ കട്ടി കുറച്ചിട്ടും കട്ടി കൂട്ടിയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാം. എന്നും ഒരുപോലെ അപ്പങ്ങൾ ഉണ്ടാക്കാതെ ഇതുപോലുള്ള വെറൈറ്റികളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇതാ ഇതിൻ്റെ ഇടയിൽ ഞാൻ സവാള വാട്ടുന്നുണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി ഓരോ അപ്പങ്ങളൊക്കെ ഞാൻ അങ്ങനെ തയ്യാറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് 2 പാത്രം ഞാൻ പറഞ്ഞില്ലേ, 2 പാത്രങ്ങൾ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തയ്യാറാക്കാം. അപ്പോൾ ഇതാ 2 അപ്പമൊക്കെ തയ്യാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലുള്ള അപ്പമാണ്. ഇതിന് മുന്നായിട്ട് ഞാൻ വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഈസി വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അതിന് മുന്നായിട്ട് ഞാൻ ആട്ടപ്പൊടി കൊണ്ട് റെസിപ്പികളും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലതരം റെസിപ്പികളൊക്കെ ഇതിൽ എൻ്റെ ചാനലിലുണ്ട്. ട്രൈ ചെയ്യാത്തവരും കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ കോൺ കട്ട് ചെയ്യുന്ന പിന്നെ നമ്മുടെ കേക്കൊക്കെ കട്ട് ചെയ്യുന്ന രൂപത്തിൽ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ. മക്കൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതാ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതുപോലെ എല്ലാ പീസുകളും ഒരുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് കറി കൂട്ടിയിട്ട് കഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഏത് മക്കൾ കഴിക്കാത്ത മക്കളാണെങ്കിലും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ അപ്പങ്ങളൊക്കെ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇനിയും നല്ല നല്ല റെസിപ്പിയൊക്കെ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.